നമസ്കാരം. നമുക്കപ്പോൾ ഇന്ന് ഈ ഒരു വീടാണ് നമുക്ക് സെയിലിനായിട്ട് വന്നിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഫുൾ ഡീറ്റെയിൽസാണ് നമ്മളിത് നിങ്ങളോട് പങ്കുവയ്ക്കാനായിട്ട് നമ്മൾ നോക്കുന്നത്. നമുക്ക് ഈ വീട് ലൊക്കേഷൻ വന്നിരിക്കുന്നത് തിരുവനന്തപുരം ജില്ലയിൽ പേയാടിന് സമീപം തച്ചോട്ടാവ് മഞ്ചാടിയിലാണ് നമുക്ക് ഈ ഒരു വീട് പണി ചെയ്ത് പൂർത്തിയായിട്ടുള്ളത്. പണി ഏകദേശം നല്ല അടിപൊളിയായിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. ഒരു കോമ്പിനേഷൻ കളറാണ്, വൈറ്റ് പ്ലസ് ബ്ലൂ കളറുള്ള തീമാണ് വീടിന് കൊടുത്തിട്ടുള്ളത്. ഫ്രണ്ടെല്ലാം നല്ല മനോഹരമാക്കി ചെയ്തിട്ടുണ്ട്. കണ്ടംപററി ഡിസൈനാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ അത് കുറച്ചുകൂടെ ഒരു നമുക്ക് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളെല്ലാം ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. ഈ കാണുന്നതാണ് നമുക്ക് ഒരു വീടിൻ്റെ ഫുൾ വ്യൂ എന്ന് പറയുമ്പോൾ. വീടിൻ്റെ കറക്റ്റ് ലൊക്കേഷൻ വരും ട്രിവാൻഡ്രം സെൻട്രൽ സിറ്റിയിൽ നിന്ന് 10 കിലോമീറ്റർ, ഇൻ്റർനാഷണൽ എയർപോർട്ടിൽ നിന്ന് ഒരു 13 കിലോമീറ്റർ ഡിസ്റ്റൻസിലാണ് വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത്. തൊട്ടടുത്തായിട്ട് തന്നെ വേറെ ഒരുപാട് വില്ലാസും കാര്യങ്ങളെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുണ്ട്. താമസമായ സ്ഥലങ്ങൾ തന്നെയാണ്. റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് വന്നിട്ടുള്ളത്. ഫ്രണ്ടേജിൽ നമുക്ക് ടാറിട്ട ഒരു ഫ്രണ്ടേജാണ് നമുക്ക് ഇവിടെ വന്നിട്ടുള്ളത്. ഒരു സൈലൻറ്റ് പ്ലേസൊക്കെ ആഗ്രഹിക്കുന്ന ഒരു ആൾക്ക് നല്ല മനോഹരമായൊരു ബെസ്റ്റ് ഓപ്ഷനാണ് ഈ ഒരു വീട് നമുക്ക് വരുന്നത്. 4.5 സെൻറ്റിൽ 1800 സ്ക്വയർ ഫീറ്റിൽ 4 BHK ആണ് ഈ വീടിൻ്റെ ഡിസൈനും കാര്യങ്ങളും. അപ്പോൾ 4 ബെഡ്റൂമും നമുക്ക് അറ്റാച്ച്ഡ് ബാത്റൂമായിട്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ മെയിൻ വാട്ടർ സോഴ്സ് കിണർ തന്നെയാണ്, കൂടാതെ പൈപ്പ് കണക്ഷൻ അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടാതെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക. വീട് മേടിക്കാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫുൾ ഡീറ്റെയിൽസിലോട്ട് നമുക്ക് കിടക്കാം. സ്ലൈഡിങ് ഗേറ്റും അതുപോലെ തന്നെ ഫോൾഡിങ് ഗേറ്റും നമുക്ക് ഫ്രണ്ടേജിൽ തന്നിട്ടുണ്ട്. ഇൻ്റർലോക്ക്ഡ് എല്ലാം ചെയ്താണ് വീടിൻ്റെ ഫ്രണ്ടേജ് എല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. 2 കാർ വരെ ഫ്രണ്ടിൽ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ഉണ്ട്. ഒരെണ്ണം കവേർഡ് കാർ പാർക്കിംഗ് ആയിട്ട് നമുക്ക് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഭാഗത്താണ് വീടിൻ്റെ കിണർ വരുന്നത്. ഒരു മോഡേൺ ഡിസൈനൊക്കെ ചെയ്തുകൊണ്ടാണ് കിണറെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ സൈഡിലായിട്ട് തന്നെ ഒരു ഗാർഡനും പ്രൊവിഷനും കാര്യങ്ങളെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. ഫ്രണ്ടിൽ ഈ ഒരു കിണർ നല്ല അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്. കൂടാതെ പൈപ്പ് കണക്ഷൻ നമുക്ക് അവൈലബിൾ ആയിട്ട് വന്നിട്ടുണ്ട്. ഫ്രണ്ടിൽ ഈ ഒരു ഭാഗം നോക്കുമ്പോഴത്തേക്കും നമുക്ക് വെട്ടിയല്ലൊരു ഡിസൈൻ വരുന്ന അടിപൊളിയായിട്ട് ടൈൽസും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ കുറച്ചുകൂടി ഡീറ്റെയിൽസിലോട്ട് കിടക്കാം. ഈ കാണുന്നതാണ് വീടിൻ്റെ സിറ്റ് ഔട്ട്. 6x6 സിറ്റ് ഔട്ടിൻ്റെ ഡയമെൻഷൻ. വെരിഫൈഡ് ടൈൽസൊക്കെ യൂസ് ചെയ്താണ് നമുക്ക് സിറ്റ് ഔട്ടെല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. സൈഡ് വാളെല്ലാം തന്നെ നമുക്ക് നേരത്തെ പറഞ്ഞതുപോലെ വെട്ടുകല്ലൊരു ഡിസൈൻ വരുന്ന ടൈലും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ടാണ് ഈ ഒരു സിറ്റ് ഔട്ട് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. പ്രൊഫൈൽ ലൈറ്റ് ചാനലാണ് നമുക്ക് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന ഫ്രണ്ട് ഡോറ് നമുക്ക് പ്ലാവിൻ തടിയിലാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. അത്യാവശ്യം നല്ല ഡിസൈനും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫ്രണ്ട് ഡോറ് കൊടുത്തിട്ടുണ്ട്. സിറ്റ് ഔട്ടിൽ നിന്ന് ഡോറ് അകത്തോട്ട് കിടക്കുമ്പോൾ നല്ല വിശാലമേറിയ ലിവിങ് ഏരിയ പ്രസൻറ്റ് ചെയ്തിട്ടുണ്ട്. TV യൂണിറ്റ് എല്ലാം നൽകിക്കൊണ്ട് തന്നെയാണ് ഒരു ഫ്രണ്ട് ലിവിങ് ഏരിയ നമുക്ക് അറേഞ്ച് ആക്കിയിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ TV യൂണിറ്റ്. അട്രാക്റ്റീവായിട്ട് തോന്നുന്നൊരു TV യൂണിറ്റ് തന്നെയാണ് നമുക്കിവിടെ ചെയ്തിട്ടുള്ളത്. ഒരു വുഡൻ ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വരുന്ന ഒരു TV യൂണിറ്റാണ് ചെയ്തിട്ടുള്ളത്. കുറച്ചുകൂടെ മനോഹരമാക്കാനായിട്ട് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ ഉൾപ്പെടെയുള്ള ലിവിങ് ഏരിയ നമുക്ക് കംപ്ലീറ്റ് ചെയ്ത് തീർത്തിട്ടുള്ളത്. വുഡൻ ഫിനിഷ് വരുന്ന പോർഷന് നമുക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ അതിനകത്ത് സ്പോട്ട് ലൈറ്റും കാര്യങ്ങളൊക്കെ ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്ത് തന്നെയാണ് കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. 20x16 നമുക്ക് ലിവിങ് ഏരിയ ഡയമെൻഷൻ വരുന്നത്. ഈ ഒരു വ്യൂ ആണ് ലിവിങ് ഏരിയയുള്ളത്. ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. നമുക്ക് നേരെ അതിൻ്റെ കൂടെ ചേർന്ന് തന്നെയാണ് എൽ ഷേപ്പ് മോഡലാണ് നമുക്ക് ലിവിങ് ഏരിയ വരുന്നത്. അതിൻ്റെ കൂടെ ഉള്ളത് തന്നെയാണ് ഈ ഡൈനിങ് ഏരിയ. ഡൈനിങ് ഏരിയ നമുക്ക് 12x10 ഡൈനിങ് ഏരിയ ഡയമെൻഷൻ. ഈ ഒരു ഭാഗത്തായിട്ട് നമുക്കൊരു ചെറിയ ഷെൽഫ് പോലത്തെ ഒരു മോഡൽ ഇവിടെ ചെയ്തിട്ടുണ്ട്. ഫോൾ സീലിംഗ് വർക്കെല്ലാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. വുഡൻ വർക്ക് ഫിനിഷിങ് കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ സ്പോട്ട് ലൈറ്റും പ്രൊഫൈൽ ലൈറ്റ് ചാനലുമാണ് ഡെക്കറേഷനായിട്ട് യൂസ് ചെയ്തിട്ടുള്ളത്. ഡൈനിങ് ഏരിയയോട് ചേർന്ന് വരുന്നതാണ് നമുക്ക് വാഷ് കൗണ്ടർ ഏരിയ. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് വാഷ് കൗണ്ടർ ഏരിയയിൽ കംപ്ലീറ്റ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ വുഡൻ വർക്കും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് വരുന്നുണ്ട്. സ്റ്റോറേജ് സ്പേസ് ഒന്നും കൊടുത്തുകൊണ്ടാണ് ഒരു വാഷ് കൗണ്ടർ ഏരിയ കംപ്ലീറ്റ് ആക്കി തീർത്തിട്ടുള്ളത്. നമുക്ക് നേരെ കിച്ചണിലോട്ട് പോകാം. ഈ കാണുന്നതാണ് വീടിൻ്റെ ഒരു മനോഹരമായൊരു കിച്ചൺ. കോമൺ കണ്ടുവരുന്ന
വുഡൻ പാറ്റേണിൽ വരുന്ന ഒരു ടൈൽസും കാര്യങ്ങളെല്ലാം യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുള്ളത്. ഒരുപാട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് തന്നെയാണ് കിച്ചൺ എല്ലാം കംപ്ലീറ്റ് ആക്കി ചെയ്തിട്ടുള്ളത്. അതിനായിട്ട് തന്നെ സ്റ്റോറേജ് സ്പേസായിട്ട് തന്നെ ഒരുപാട് ക്യാബിനറ്റ്സ് മുകളിലും താഴെയുമായിട്ട് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം സ്പേഷ്യസ് ആയിട്ടും അത് മോഡുലർ രീതിയിൽ തന്നെയാണ് കിച്ചണെല്ലാം പണി ചെയ്ത് തീർത്തിട്ടുള്ളത്. ഇതിൻ്റെ കൂടെ തന്നെ നമുക്കൊരു വർക്ക് ഏരിയ വന്നിട്ടുണ്ട്. ചെറിയ ബോക്സ് മോഡൽ പാർട്ടീഷനൊക്കെ നൽകിക്കൊണ്ട് അതിനകത്തൊരു സ്പോട്ട് ലൈറ്റ് ഒക്കെ നൽകിക്കൊണ്ടാണ് ഒരു പാർട്ടീഷൻ ഏരിയ വന്നിട്ടുള്ളത്. അവിടെ നമുക്കൊരു സിങ്ക് അവൈലബിൾ ആണ്. അതുപോലെ തന്നെ താഴെയായിട്ട് സ്റ്റോറേജ് സ്പേസ് ഒക്കെ നൽകിക്കൊണ്ട് ഡെക്കറേഷനായിട്ട് ചെയ്തിട്ടുണ്ട്. 8x6 വർക്ക് ഏരിയയുടെ ഡയമെൻഷൻ വരുന്നു. ഈ ഒരു വ്യൂ ആണ് നമുക്ക് വർക്ക് ഏരിയയിൽ നിന്ന് കിച്ചണിലോട്ട് കിട്ടുന്നത്. ആദ്യം പറഞ്ഞതുപോലെ തന്നെ വീട് നമുക്ക് 4 BHK ആണ്. നമ്മൾ നേരെ പോകുന്നത് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂമിലാണ്. ഗ്രൗണ്ട് ഫ്ലോറിൽ ഒരു ബെഡ്റൂമും ഫസ്റ്റ് ഫ്ലോറിൽ 2 ബെഡ്റൂമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഈ കാണുന്നതാണ് വീടിൻ്റെ ആദ്യത്തെ ബെഡ്റൂം. 14x12 റൂമിൻ്റെ ഡയമെൻഷൻ. ഫ്ലോറിംഗ് എല്ലാം തന്നെ വെരിഫൈഡ് ടൈൽസ് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്. ഒരു വാർഡ്രോബ്സൊക്കെ റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മൂവ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള ഒരു വാർഡ്രോബ്സ് തന്നെയാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് ചെയ്തിട്ടുള്ളത്. വോൾ ടൈലും കാര്യങ്ങളെല്ലാം നമുക്ക് സ്റ്റിക്ക് ഓൺ ചെയ്തിട്ടാണ് നമുക്ക് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് യൂസ് ചെയ്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ബാത്റൂമിൻ്റെ ഏരിയ വന്നിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്യുന്ന നമുക്ക് സ്റ്റെയറിൻ്റെ താഴെ തന്നെ നമുക്ക് സ്റ്റോറേജ് സ്പേസൊക്കെ വുഡൻ വർക്കിൽ ഫിനിഷ് ചെയ്തിട്ടുണ്ട്. കുറച്ച് അട്രാക്റ്റീവായിട്ട് തോന്നുന്ന ഒരു സംഭവം തന്നെയാണ്. എൻ്റെ തൊട്ടടുത്തായിട്ട് ഇൻവെർട്ടർ കാര്യങ്ങൾ വയ്ക്കാനുള്ള സ്പേസ് നമുക്കിവിടെ ഒരുക്കിയിട്ടുണ്ട്. അതിനുള്ള സോക്കറ്റും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാം. ഫസ്റ്റ് ഫ്ലോറിലോട്ട് പോകാൻ യൂസ് ചെയ്തിരിക്കുന്ന ഹാൻഡിൽസ് എല്ലാം തന്നെ സ്റ്റീലിലാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഗ്ലാസിൻ്റെ വർക്ക് നമുക്ക് വന്നിട്ടുണ്ട്. ടോപ്പ് എൻഡിലായിട്ട് തന്നെ നമുക്കൊരു ഫോൾ സീലിംഗ് വർക്ക് അവിടെ ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റും അതുപോലെ തന്നെ പ്രൊഫൈൽ ലൈറ്റ് ചാനലും ഫാൻസി ലൈറ്റൊക്കെ യൂസ് ചെയ്താണ് ഡെക്കറേഷനായിട്ട് വന്നിട്ടുള്ളത്. ഈ കാണുന്നതാണ് വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോർ. ഫസ്റ്റ് ഫ്ലോറിലത്തെ മെയിൻ ഹാള് 22x14 നമുക്ക് ഡയമെൻഷൻ വരുന്നത്. അത്യാവശ്യം നല്ല നീളത്തിൽ തന്നെയാണ്, നല്ല രീതിയിൽ തന്നെയാണ്, സ്പേഷ്യസ് ആയിട്ട് തന്നെയാണ് ഈ ഒരു ഹാള് വന്നിട്ടുള്ളത്. ഒരു ഭാഗത്ത് ചെറിയൊരു കബോർഡ് കാലത്തെ ഒരു കാര്യങ്ങളെല്ലാം അറേഞ്ച് ചെയ്തിട്ടുണ്ട്. തൊട്ടടുത്തായിട്ട് തന്നെ വാഷിംഗ് മെഷീൻ വയ്ക്കാനുള്ള പ്രൊവിഷൻസി നമുക്കിവിടെയാണ് ചെയ്തിട്ടുള്ളത്. സോക്കറ്റ് അതുപോലെ തന്നെ വാഷിംഗ് മെഷീൻ്റെ ഔട്ടും കാര്യങ്ങളെല്ലാം ഈ ഒരു ഭാഗത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് ഒരു ഹാൾ, 3 ബെഡ്റൂം, ഒരു ബാൽക്കണിയാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നേരെ വീടിൻ്റെ ഫസ്റ്റ് ഫ്ലോറിലത്തെ ആദ്യത്തെ ബെഡ്റൂമിലോട്ട് പോകാം. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. വെരിഫൈഡ് ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. സെറയുടെ നല്ല ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് വന്നിട്ടുള്ളത്. ഫസ്റ്റ് ഫ്ലോറിലത്തെ രണ്ടാമത്തെ ബെഡ്റൂമാണ് ഈ കാണുന്നത്. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് യൂസ് ചെയ്തിട്ടുള്ളത്. റൂമിലൊരു വാർഡ്രോബ്സ് ചെയ്തിട്ടുണ്ട്. മൂവബിളായിട്ടുള്ളൊരു വാർഡ്രോബ്സ് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. അത്യാവശ്യം നമ്മൾ താഴത്തെ ഫ്ലോറിൽ കണ്ടതുപോലെ തന്നെയുള്ള സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാത്റൂമാണ്. സെറയുടെ ക്വാളിറ്റി ഫിറ്റിങ്സ് തന്നെയാണ് ബാത്റൂം ഫിറ്റിങ്സ് ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഇത് നേരെ വീടിൻ്റെ മൂന്നാമത്തെ ബെഡ്റൂമാണ്. ഫസ്റ്റ് ഫ്ലോറിലത്തെ മൂന്നാമത്തെ ബെഡ്റൂമാണ് ഈ കാണാൻ പോകുന്നത്. 12x10 റൂമിൻ്റെ ഡയമെൻഷൻ. നമുക്കൊരു ചിൽഡ്രൻ റൂമായിട്ട് നമുക്ക് എടുക്കാൻ പറ്റുന്ന ഒരു റൂമാണ്. ആ ഒരു വാർഡ്രോബ് ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട്. ബാത്ത് അറ്റാച്ച് തന്നെയാണ് ഈ ഒരു ബെഡ്റൂം. ഇവിടെ നമുക്ക് സെറയുടെ മെറ്റീരിയൽസ് ആണ് നമുക്ക് യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് നേരെ വീടിൻ്റെ ബാൽക്കണിയിലോട്ട് പോകാം.
കാണുന്നതാണ് വീടിൻ്റെ ബാൽക്കണി. വെരിഫൈഡ് ടൈൽസ് തന്നെയാണ് ബാൽക്കണിയിൽ യൂസ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഈ ഒരു ചുമര് മുഴുവനും നമുക്ക് ആദ്യം താഴെ കണ്ടതുപോലെ തന്നെ വെട്ടുകല്ലിൻ്റെ ഡിസൈൻ വരുന്ന ഒരു ടൈൽസും കാര്യങ്ങളും യൂസ് ചെയ്തുകൊണ്ട് തന്നെയാണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. മുകളിലായിട്ട് ഫോൾ സീലിംഗ് വർക്കെല്ലാം ചെയ്തിട്ടുണ്ട്. സ്പോട്ട് ലൈറ്റ് നമുക്ക് കൊടുത്താണ് കംപ്ലീറ്റ് ആക്കിയിട്ടുള്ളത്. 16x4 നമുക്ക് ഈ ഒരു ബാൽക്കണിയുടെ ഡയമെൻഷൻ. അത്യാവശ്യം തൊട്ടടുത്തൊക്കെ നല്ല വീടുകളും കാര്യങ്ങളൊക്കെ വന്നിരിക്കുന്ന ഏരിയ തന്നെയാണ്. ഒരു റെസിഡൻഷ്യൽ ഏരിയ തന്നെയാണ്. ആൾ താമസമൊക്കെ ഒരുപാട് നമുക്ക് വരുന്ന ഒരു ഏരിയ. ലോറി സൈറ്റാണ്. നേരത്തെ ആദ്യം കാണിച്ചതുപോലെ തന്നെ ലോറി സൈറ്റാണ്. ഇറക്കമോ കയറ്റമോ ഒന്നും ഇല്ലാത്തൊരു ഏരിയ തന്നെയാണ്. അപ്പോൾ ഫ്ലാറ്റ് ലാൻഡിലാണ് നമുക്ക് വീട് ഇരിക്കുന്നത്. അപ്പോൾ വീടിനെക്കുറിച്ചുള്ള കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് ഈ കാണുന്ന നമ്പറിലോ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്ന നമ്പറിലോ നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. വീട് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് ഹോം ലോൺ ഫെസിലിറ്റീസ് ആവശ്യമാണെങ്കിൽ ഞങ്ങൾ തന്നെ കസ്റ്റമേഴ്സിന് അറേഞ്ച് ചെയ്ത് നൽകി കൊടുക്കുന്നതുമാണ്. നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. കൂടെ തന്നെ ബെല്ലൈക്കണും കൂടെ എനേബിൾ ചെയ്യുക.